അഭിഷേക് ഇന്ന് നമ്മുടെ 75 24ാമത്തെ ദിവസമാണ്. ഇനി കറക്റ്റ് മൂട്ടിക്ക് പറ്റി കറക്റ്റ് വാസയുടെ രണ്ടാമത്തെ ഇംഗ്ലീഷ് ബുക്കാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കോഴിക്കോട് ഏപ്പ് കിട്ടി ഒട്ടിച്ചിട്ട് സങ്കടം തീർക്കാൻ വരുന്ന മുളശ്ശേരിക്കാർ ഉത്സവമാണ്. അടിപൊളി പരിപാടി. ഇനി ഇതാ ഫുൾ ടീം കൂടെ ഉണ്ട്. പരിമണം വിഷ്ണുവാണ് ആനട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക്. ഇന്ന് നമ്മുടെ 75 24ാമത്തെ ദിവസമാണ്. ഇനി 51 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അടിപൊളിയാണ്. ഇന്നൊരു നല്ല ദിവസമാവട്ടെ. നമുക്ക് ഫസ്റ്റ് ടാസ്ക്കായി ജിമ്മിലേക്ക് നേരെ വിടാം. എന്താ നമ്മള് ഫസ്റ്റ് ബോട്ടിൽ വെള്ളം കുടിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഉള്ളു ബാക്കി. അത് കഴിച്ച് നേരെ വിടണം. ഒക്കെ സെറ്റാക്കിയിട്ട് ജിമ്മിലെത്തിയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഇതാ ചെറുക്കനോട് പാർക്ക് ചെയ്ത് നേരെ ജിമ്മിലേക്ക് പോവാണ്. അതുല്യ ഇരിപ്പൊന്ന് കാണുന്നത് ആ വാസുണ്ണൻ വേർഷൻ 2 കറക്റ്റ് മൂട്ടിക്ക് പറ്റി കറക്റ്റ് വാസുണ്ണൻ ഏതാ ലെവല്. ഒരു വാസുണ്ണന്റെ ബാധ കയറി വന്നിട്ടുണ്ട്. അർജുട്ടൻ്റെ കൂടെ നമ്മുടെ സാറിൻ്റെ അവിടെ കളിയൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് കളിക്കാൻ പോവാ. ഇന്ന് ഷോൾഡറിനാണ് കളി. നമ്മൾ സെറ്റാക്കി രണ്ടാം നാല് അടിപൊളിയായിട്ട് കളിച്ചു. ഇന്നത്തെ ഹൈലൈറ്റ് വാസുണ്ണൻ തന്നെ കേട്ടോ. വാസുണ്ണ വേറെ മൂടാണ്. അങ്ങനെ രാവിലത്തെ ബാക്കി പരിപാടിയൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 പേജ് ബുക്ക് സെറ്റാക്കാൻ പോവാണ്. ഇനി കറക്റ്റ് നമ്മളെ ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ മൊത്തം കാര്യങ്ങൾ സമ്മറി പോലുള്ള ഒരു ചെറിയൊരു പോർഷനാണ്. അതും പാടെ വായിച്ച് തീർക്കാനുള്ള 2 ദിവസം കൊണ്ട് പരിപാടി സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഹാപ്പിയാണ്. കാരണം രണ്ടാമത്തെ ഇംഗ്ലീഷ് ബുക്കാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. അവിടെയാണ് നമ്മളെ പവർ. എങ്ങനെയായിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇപ്പൊ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയില്ല. ലക്ഷ്യങ്ങളിലേക്കുള്ള ഓട്ടത്തിലാണ്. നമ്മൾ എത്തിയിരിക്കും. അത് എന്തായാലും അതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികൾ, അങ്ങനെ ഓരോ ബുക്കുകളും ഓരോ ദിവസം നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കൊണ്ടുവരികയാണ്. ഒരു ദിവസം പോലും നമ്മൾ താഴേക്ക് ഇറക്കി വിടില്ല. ഓരോ ദിവസം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ്. വർക്കൗട്ട് ചെയ്തിട്ടാണെങ്കിലും വായിച്ചിട്ടാണെങ്കിലും അങ്ങനെ എല്ലാം കൊണ്ടും 75 ആടിനോണ്ട് വലിയ ഉപകാരമാണ് ഉണ്ടാവുന്നത്. ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബുക്ക് വായിച്ചിട്ട് ബാക്കി സെറ്റാക്കി മൊത്തം ബുക്കിന്റെ ഒരു സമ്മറിയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആ ഭാഗം എന്താണോ പറയുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ എന്തായാലും ബുക്ക് വായിച്ചിട്ട് കാണാം. ഇന്ന് വായിച്ച നമ്മൾ പോർഷനിൽ നിന്നാണ് നമ്മളെ ഫുൾ ബുക്കിന്റെ സമ്മറിയാണ് ഉള്ളത്. അതൊക്കെ ഓരോ ഹെഡ്ലൈൻസ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ ടോട്ടലി ഒറ്റ സെന്റൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഹാബിറ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും മസ്റ്റ് ട്രൈ സാധനമാണ്. ഒരു രക്ഷയില്ലാത്ത ബുക്ക്. നമുക്ക് നമ്മുടെ കോഴിക്കോട് വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം കോഴിക്കോടൊക്കെ വന്ന് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി. ഇതാണ് നമ്മുടെ കോഴിക്കോട്. ഫാമിലി ആയിട്ട് അടിച്ച് പൊളിക്കാൻ വരുന്നവർ മുതൽ ഏപ്പ് കിട്ടി ഒട്ടിച്ചിട്ട് സങ്കടം തീർക്കാൻ വരുന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ടാവും. ഫുൾ ടീം ഉണ്ടാവും ഇവിടെ വന്ന് ഇരിക്കുക പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സമാധാനമാണ്. ഞാനിത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് നേരെ അത് കഴിഞ്ഞ് നേരെ നാട്ടിൽ കിട്ടുന്നത്. നാട്ടിൽ നമ്മൾ മുളശ്ശേരിക്കാർ ഉത്സവമാണ്. അങ്ങനെ നമ്മൾ ഉത്സവപ്പറമ്പിലെത്തി. ഇവിടെ നിറച്ചു ആൾക്കാരാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം, മുള്ളശ്ശേരിക്കാവത്തെ ഉത്സവം. അപ്പാര പരിപാടി ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം കരിമരുന്നിനും കാര്യങ്ങൾക്കും എന്തൊക്കെയോ സീനുണ്ടായതുകൊണ്ട് വെടിക്കെട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും അടിപൊളി പരിപാടി. ഇനി എന്താ ഫുൾ ടീം കൂടെ ഉണ്ട്. ഷാനുവിൻ്റെ അതിസാഹസികമായ വീഡിയോ പിടുത്താണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതാണ് താലപ്പൊലിയും കാര്യങ്ങളൊക്കെ. അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ട്. കൊട്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വൈബാണ്. പിന്നെ നമ്മളെ പരിമണം വിഷ്ണുവാണ് ആനട്ടോ. ആള് വേറെ ലെവലാണ് കേട്ടോ. രക്ഷയില്ലാത്ത ചങ്ങായി. കാണാൻ തന്നെ വേറൊരു പ്രത്യേക വൈബാണ്. ആ ഒരു തലയെടുപ്പും ആ കൊമ്പും ഒക്കെപ്പാടായിട്ട് നിൽക്കണ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഉത്സവ പരിപാടി എല്ലാതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വാക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഒരുപാട് ആൾക്കാരുണ്ട്. വേറെ ലെവല് പരിപാടിയാണ്. നമുക്ക് എന്തായാലും നടക്കണം. നമ്മൾ അവസാനത്തെ ടാസ്ക്കായ വാക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് ഇടാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇന്നത്തേക്ക് എന്തായാലും ഗുഡ് ബൈ. ഇറ്റ്സ് മീ അഭിഷേക് സൈനിങ് ഓഫ്.